Hi students, welcome back to QA Focus. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ. മഴയൊക്കെ ആയിട്ട് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്. പലർക്കും പല സ്കൂളുകൾക്കും പല ഡിസ്ട്രിക്റ്റിനും അവധിയുണ്ട്. അപ്പം കഴിയുന്നതും കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്ര പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോഴേ കിട്ടുന്ന സമയങ്ങൾ ഒന്നും തന്നെ പാഴായി പോകാതെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും മഴയാണ്, പുറത്തോട്ടുള്ള പോക്കുകളൊക്കെ കുറവായിരിക്കും. അപ്പം പിന്നെ കിട്ടുന്ന സമയം, വീട്ടിലിരിക്കുന്ന സമയം മാക്സിമം പഠിക്കാനായിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ ഇതിനകത്ത് നെക്സ്റ്റ് ടോപ്പിക് നോക്കുന്നത് ഇക്വലൻസ് ക്ലാസ് ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് റിലേഷൻസ് അല്ലേ, ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് റിലേഷൻസിനകത്ത് റിഫ്ലെക്സീവ് എന്താന്ന് പറഞ്ഞു, ദെൻ സിമെട്രിക് എന്താന്ന് പറഞ്ഞു, ട്രാൻസിറ്റീവ് എന്താന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ അതിനകത്ത് നെക്സ്റ്റ് ടോപ്പിക്ക് ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്കറിയാം ഇക്വലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇക്വലൻസ് റിലേഷൻ റഫായിട്ട് എഴുതുകയാണ്. 1 1 1 2 2 1 2 4 റഫായിട്ട് എഴുതുക കേട്ടോ. ഇതിനകത്ത് 1ന്റെ ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ, 1ന്റെ ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഡൊമെയിനകത്ത് 1 വരുന്നത്, ഡൊമെയിൻ എന്ന് പറയുമ്പം എക്സ് കോർഡിനേറ്റിനകത്ത് 1 വരുന്നത് ഏതൊക്കെ പേരാന്ന് നോക്കുക. ഇത് 1 വരുന്നുണ്ട് എക്സിനകത്ത്, ഇവിടെയും എക്സിനകത്ത് 1 വരുന്നുണ്ട്. ഇവിടെ ഒരു 1 ഉണ്ട്, പക്ഷെ അത് എക്സ് കോർഡിനേറ്റ് അല്ല, ഏതാണ് വൈ ആണല്ലേ, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. എക്സിനകത്ത് 1 വരുന്നത് ഏതാന്ന് നോക്കുക. അതിൻ്റെ കൂടെയുള്ള എലമെൻറ്റ്സ് ഏതാണോ ആ സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്തായിരിക്കും, 2 ഡൊമൈനായിട്ട് വരുന്നത് എടുക്കുക, അവിടെ അതിൻ്റെ കൂടെ വരുന്നത് ആരൊക്കെയാന്ന് നോക്കുക അല്ലേ, 1ഉം 4ഉം. ക്ലിയർ ആയോ? ചില വർഷങ്ങളിൽ പബ്ലിക് എക്സാമിന് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷനായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർ ഈ ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവ്, സിമെട്രിക് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവും, പക്ഷെ അതിൻ്റെ കൂടെ ഇക്വലൻസ് റിലേഷൻ എന്താണെന്ന് പഠിക്കും, പക്ഷെ ഇക്വലൻസ് ക്ലാസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ചിലപ്പം വിട്ടുകളയും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എക്സാമിന് ക്വസ്റ്റിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റിനായിട്ട് ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതും കൂടി കാണും. 2024 തോന്നുന്നു അല്ലേ, 24-20 ആ ടൈമിലൊക്കെ കൂടുതൽ കൺഫ്യൂഷനായിട്ട് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ലെറ്റ് ആർ ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എ സെറ്റ് എ, ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ആൻ എക്സ് ഓഫ് എ സെറ്റ് എ. ആൻ എക്സ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, ആൻ എലമെന്റ് ഓഫ് എ സെറ്റ് എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിലേറ്റഡ് ടു എ എക്സ് ഓഫ്, എക്സ് മീൻസ് ആൻ എലമെന്റ് ഓഫ് സെറ്റ് എ ഈസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. നോക്കി, ഇവിടെ ഈ സെറ്റിനകത്ത് ഒരു എലമെന്റ് ആണ് 1. ഈ 1നോട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ എലമെന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് മീൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ പൊയ്ക്കോട്ടെ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏത് എലമെന്റ് ആണോ ആ എലമെന്റ് എഴുതിയിട്ടായിരിക്കും. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് അറിയാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. 9ന്റെ ഫസ്റ്റ് പാർട്ടാണ്. 9ന്റെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എക്സസൈസ് 1-1. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്.
എക്സ് എലമെൻറ്റ് ഓഫ് ഇസഡ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12ഉം ആണ്. നമുക്കവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. 4ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ആയിരിക്കണം. 4, 8, 12 അല്ലേ, അങ്ങനെ അങ്ങ് പോകും. ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇപ്പോൾ ഷോ ദാറ്റ് എന്ന് പറഞ്ഞതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എക്സ് എലമെൻറ്റ് ഓഫ് ഇസഡും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറയുന്ന ആ സെറ്റിനകത്ത് ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് മോഡ് എ മൈനസ് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടണം. ആ ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നു, ഓക്കെ, ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു 1. ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് വെച്ചാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വലൻസ് ക്ലാസ്സിന് ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നില്ല. ചിലപ്പം ഇങ്ങനെ ചോദിച്ചാലും അത് മെയിൻ ചെയ്യുന്നത് ഇക്വലൻസ് ക്ലാസ് തന്നെയാണ്. ഇൻസിആർടി ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആണ്, 1.1 വരുന്നതാണ്. ഓക്കെ, നമുക്ക് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോരുത് കേട്ടോ. എക്സാം ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ വീഡിയോയ്ക്കകത്ത് കൂടുതൽ വിട്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കൂടുതലും എക്സാം പ്രിപ്പറേഷൻ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റും അതിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസും, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, ദെൻ പബ്ലിക് എക്സാം, ഇതിനൊക്കെ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് നിന്ന് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ് കാര്യം. നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ തലേദിവസം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് എക്സ് എലമെൻറ്റ് ഓഫ് ഇസഡ് എന്നാണ് പറഞ്ഞത്. കണ്ടീഷൻ പറഞ്ഞത് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12ഉം ആണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ കണ്ടീഷനിലേക്ക് പോകാം. ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? 3 കാര്യങ്ങൾ നമുക്കറിയണം അല്ലേ? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. ഇനി റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. A, എലമെൻ്റ് ഓഫ് R കിട്ടണം അല്ലേ? ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡ് എ മൈനസ് ബി ആണ് അല്ലേ? അപ്പം മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ ആരാ? മോഡ് എ മൈനസ് എ ആണ്. എ മൈനസ് എ എന്ന് പറയുന്നത് 0 ആണല്ലോ. 0 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 0 എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരും. മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്ത് റിലേഷനാണ്? റിഫ്ലെക്സീവ് ആണ്. കാരണം എ എലമെൻ്റ് ഓഫ് R ആയിട്ട് തന്നെ വരും. എലമെൻ്റ് ഓഫ് R ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ ആണ് അല്ലേ? തന്നിരിക്കുന്നത് റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത കേസ് എന്താ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? സിമെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എ ബി എലമെൻ്റ് ഓഫ് R ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ബി എ എലമെൻ്റ് ഓഫ് R എന്നാണ് അല്ലേ? ബി എയും എലമെൻ്റ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് അല്ലേ? ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതുകയാണ്. മൈനസ് ബി ആദ്യം എഴുതി, പ്ലസ് എ അടുത്തത് എഴുതി. ഇത് രണ്ടിൽ നിന്നൊരു മൈനസ് സൈൻ ഞാൻ പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് മൈനസ് ഓഫ്
ബി മൈനസ് എ എന്ന് കിട്ടി. ശരിയാണോ? മോഡുണ്ടല്ലോ. മോഡ് മൈനസ് ഇടുകയാണെങ്കിൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സൈനിന് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ? അപ്പോൾ നമുക്കവിടെ എന്ത് തന്നെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് മോഡ് ബി മൈനസ് എ എന്ന് തന്നെ കിട്ടി. ശരിയാണോ? എ മൈനസ് ബി മൾട്ടിപ്പിൾ ആണ്, അങ്ങനെയെങ്കിൽ ഇതും മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും മൾട്ടിപ്പിൾ ആണ്, ഇതും ആര് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ബി എ എലമെൻറ്റ് ഓഫ് ആർ ആണെന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ എഗെയിൻ എന്ത് തന്നെയാണ്? ദ ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ട്രാൻസിറ്റീവ് റിലേഷൻ അല്ലേ? വെദർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ദ ഗിവൺ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കണം. Again, what is the condition for transitivity? We know AB, BC element of R, which implies AC element of R. റിലേഷൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. വീഡിയോ നോക്കിയൊന്ന് പഠിച്ചിട്ട് വേണേ നോക്കാനേ, എങ്കിലേ ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലേ? എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതുപോലെ ബി സി എലമെന്റ് ഓഫ് ആർ ആണ്. ദാറ്റ് മീൻസ് ബി മൈനസ് സി ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ഓക്കെ, ഞാൻ ഇത് രണ്ടിനെയും കൂടി അങ്ങ് ആഡ് ചെയ്യുകയാണ്. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ദാറ്റ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പം മോഡ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് വരും. ക്യാൻസലായി എ മൈനസ് സി എന്ന് കിട്ടി. ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഇതും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. 4 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, 8 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 12 കിട്ടും. 12 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ശരിയല്ലേ? അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ. ഇങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടി? എ മൈനസ് സി കിട്ടി. ദാറ്റ് മീൻസ് എ മൈനസ് സി ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. എ മൈനസ് സിയും ആറിനകത്തെ എലമെൻറ്റ് തന്നെയാണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ദ ഗിവൺ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. സിൻസ് ദ ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, we can say that the given relation is an equivalence relation. തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണ്. ക്ലിയർ ആയോ? കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടും കൂടെ നമുക്കുണ്ടായിരുന്നു അല്ലേ? എന്താ ലാസ്റ്റ് പാർട്ട് ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു 1. 1 റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇക്വലൻസ് ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എഴുതിയേക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അങ്ങനെയെങ്കിൽ സെറ്റിനകത്ത് ആരൊക്കെ വരും? 0, 1, 2 അങ്ങനെ ആര് വരെ വരും? 12 വരെ വരും. റൈറ്റ്? ക്ലിയർ അല്ലേ? ഇതിനകത്ത് നമുക്ക് എല്ലാ റിലേഷനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സും എഴുതണ്ട. 1 വരുന്ന എലമെൻറ്റ് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 മൈനസ് 0 എന്ന് പറയുമ്പോഴത്തേക്കും 1 ആണ്, അത് മൾട്ടിപ്പിൾ അല്ല. 1 മൈനസ് 2 എന്ന് 1 മൈനസ് 1 എന്ന് പറയുമ്പം 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1, 1 ആ റിലേഷനകത്ത് വരുന്നതാണ്. അതുപോലെ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 വരും, അത് മൾട്ടിപ്പിൾ അല്ല. 1 മൈനസ് 3 എടുത്താലും കിട്ടത്തില്ല. 1 മൈനസ് 4 എടുത്താലും 3 വരുള്ളൂ. 1 മൈനസ് 5 എടുത്താൽ 4 കിട്ടും അല്ലേ? 4
മൾട്ടിപ്പിളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 1 5 അതിനകത്തൊരു എലമെൻ്റായിട്ട് എഴുതാം. ഓക്കെ, ഇനി ആര് വരും? 1 - 6 ഇല്ല, 1 - 7 ഇല്ല, 1 - 8 വരത്തില്ല. കാരണം 1 - 8 7 ആണ്, മൾട്ടിപ്പിൾ അല്ല. 1 - 9 വരും. ഓക്കെ ആണോ? 1 - 9 1 - 9 എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയെങ്കിൽ 1ഉം 9ഉം പെയറാണ്. ഇനി ആര് വരും? 1 - 10 ഇല്ല, 1 - 11 വരില്ല. 1 - 12 എടുത്താൽ 11 വരുള്ളൂ. 11 മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ റിലേഷനകത്ത് ആകെ കിട്ടുന്നത് 1 1 ദെൻ 1 5 പിന്നെ ആരാ? 1 9. ഇതിൻ്റെ ഇക്വലൻസ് ക്ലോസ് എങ്ങനെ എഴുതും? 1ൻ്റെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? 1ൻ്റെ ഇക്വലൻസ് ക്ലോസ് എങ്ങനെ എഴുതും? 1 ഡൊമൈനായിട്ട് വരുന്നതിനകത്ത് കോഡൊമൈൻ, അല്ലെങ്കിൽ ഇതിനകത്ത് y കോർഡിനേറ്റ്സ് ഏതാണെന്ന് നോക്കിയാൽ മതി. 1 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്. കഴിഞ്ഞു. കണ്ടോ? ഇത്രയും ചെയ്ത ഒരു 4 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ക്ലിയർ ആണോ? റിലേഷൻസിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് നോക്കി പഠിച്ചോണം കേട്ടോ. നോക്കിക്കോണേ. എല്ലാം എക്സാം ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. 1 1 ഫംഗ്ഷൻ, മെനി 1 ഫംഗ്ഷൻ, ഓൺ 2 ഫംഗ്ഷൻ അല്ലേ? സബ്ജക്റ്റീവ്, ഇൻജക്റ്റീവ്, ബൈജക്റ്റീവ്. നമുക്ക് ഓരോന്നായിട്ട് സമാധാനത്തിൽ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 1 1 ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷൻ ആ നെയിം പറയുന്നത് പോലെ തന്നെ ഡൊമൈനിലെ ഒരു എലമെൻറ്റ് കോഡൊമൈനിലെ ഒരു എലമെൻ്റായിട്ട് മാത്രം റിലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻ യുണീക്ക് ആണെങ്കിൽ, 2 ഇതിനകത്ത് ഒരു എലമെൻറ്റുമായിട്ട് മാത്രമേ റിലേഷനുള്ളൂ, 4 ഇതുമായിട്ട് ഒന്നുമായിട്ട് മാത്രമേ റിലേറ്റഡ് ആയിട്ടുള്ളൂ, 6 ഇതിനകത്ത് ഒരു എലമെൻറ്റുമായിട്ട് മാത്രമേ റിലേറ്റഡ് ആയിട്ടുള്ളൂ. അങ്ങനെ യുണീക്കായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഒരെണ്ണമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ, എക്സും വൈയും എടുത്താൽ എക്സിനകത്ത് ഒരു എലമെൻറ്റ് വൈക്കകത്ത് ഒരു എലമെൻറ്റുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? 1 1 ഫംഗ്ഷനാന്ന് പറയും. തിരിച്ച്, അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കോഡൊമൈനിൽ ഒരു എലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കോഡൊമൈനിൽ ഒരു എലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മെനി 1 ഫംഗ്ഷൻ എന്ന് പറയും. മനസ്സിലായോ? എക്സ് വൈ എടുത്തു. ഈ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സുമായിട്ട് മാത്രമേ റിലേറ്റ് ചെയ്ത് കാണത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് വൈയുമായിട്ട് മാത്രമേ റിലേറ്റ് ചെയ്ത് വരുള്ളൂ. ഇതിനെയാണ് നമ്മൾ 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സും വൈയും ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു 2, ഇതൊരു 4. ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ 2 റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എഫ് എക്സുമായിട്ടും 4 റിലേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് വൈയുമായിട്ടും. അതായത് എക്സും വൈയും ഡിഫറെൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സും നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് 2ഉം ഇത് 4ഉം, 2 എഫ് ഓഫ് എക്സ് 4 എഫ് ഓഫ് വൈ. ഇത് 2ഉം ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് 2 ഒന്നായി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? മെനി 1 ആയിട്ട് മാറും അല്ലേ? അതുകൊണ്ട് ഇതൊരിക്കലും സെയിം എലമെൻ്റ് ആയിട്ട് വരില്ല, ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എക്സും വൈയും ഡിഫറെൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ വന്നെന്ന് വിചാരിച്ചോളൂ. ഇത് 2 ഒറ്റ എലമെൻ്റായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ് ഈക്വൽ ടു വൈ തന്നെയായിരിക്കും. കാരണം 1 1 ഫംഗ്ഷനകത്ത്
ഒരിക്കലും രണ്ട് എലമെൻറ്റിന് ഒരേ ഇമേജ് വരത്തില്ല. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരേ ഉള്ളൂ? ഒറ്റൊരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് എലമെൻറ്റും സെയിം ആണ്. രണ്ട് 2 4 4 അല്ലേ? ഇത് രണ്ട് സെയിം ആയിട്ട് വരിക എന്ന് വെച്ചാൽ അവിടെ മീൻ ചെയ്യുന്നത് ഇത് രണ്ടും സെയിം തന്നെ എന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇത് കേൾക്കുമ്പോൾ കൂടുതൽ കൺഫ്യൂഷനായിട്ട് വരുന്നവർ ഇതങ്ങ് വിട്ട് കളയുക. ജസ്റ്റ് ഈ സംഭവം മാത്രം മൈൻഡിൽ ഓർത്തിടുക. കുറച്ചും കൂടി ഒന്ന് ഡെപ്തിലേക്ക് അറിയണം എന്നുള്ളവർ മാത്രം ഇതും കൂടി ഒന്ന് മൈൻഡിലേക്കൊന്ന് സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡെഫിനിഷനാണ് ഫംഗ്ഷൻ എഫ് the relation from A to B is said to be 1 1 or injective if different elements of A have different image in B. Different element of Aക്കകത്ത് different elementsന് Bയിൽ ഇമേജ് എങ്ങനെയായിരിക്കണം? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് വരണം അല്ലേ? എക്സ് വൈ ഡിഫറെൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും സെയിം ആകരുത്, ഡിഫറെൻ്റ് ആയിരിക്കണം. അത് തന്നെ എക്സ് വൈക്ക് പകരം എ ബി എടുത്തു കഴിഞ്ഞാൽ അല്ല എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് വരും. ഓക്കെ. ഇനി എഫ് ഓഫ് എ എഫ് ഓഫ് ബി സെയിം വരണമെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 1 ഫംഗ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എക്സ് ഈക്വൽ ടു വൈ കിട്ടുകയാണെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ. ഇനി എക്സ് വൈക്ക് പകരം ചിലപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും ചിലപ്പം പഠിച്ചിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ, 1 1 ഫംഗ്ഷൻ. ഇനി എക്സ് ഈക്വൽ ടു വൈക്ക് പകരം കൂടുതൽ എക്സ് ഈക്വൽ ടു y1 y2 അങ്ങനെ കൂടുതൽ സൊല്യൂഷൻസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതാരല്ല? 1 1 ഫംഗ്ഷൻ അല്ല. 1 1 അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് എന്തെന്ന് പറയാം? മെനി 1 ഫംഗ്ഷനാന്ന് പറയാം. ഓക്കെ. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് 2 കിട്ടുകയാണെങ്കിൽ അത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അങ്ങനെയെങ്കിൽ കിട്ടുന്ന ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ 1 1 ഫംഗ്ഷനാണ്. ഇനി 1 1 അല്ലെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? മെനി 1 ഫംഗ്ഷനാന്ന് പറയാം. ക്ലിയർ ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് 1 1 ഓർ മെനി 1. Check whether the following function is 1 1 or many 1, അല്ലെങ്കിൽ 1 1 or not. എന്താണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. നമുക്കൊരു റിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആർ റിലേറ്റഡ് ടു ആർ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞല്ലേ ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ചെക്ക് ചെയ്യുക. 2x + 1 ഈക്വൽ ടു 2y + 1 ക്യാൻസലായി 2x ഈക്വൽ ടു 2y എന്ന് വരും. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ അതെന്ത് ഫംഗ്ഷനാണ്? 1 1 ഫംഗ്ഷനാണ്. എക്സിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. വൈ എന്ന് പറയുന്ന ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ഓർ 1 1 ഫംഗ്ഷൻ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആർ റിലേറ്റഡ് ടു ആർ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ കേസിൽ x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുകയാണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്താലും മതി, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഇവിടെ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ റൂട്ട് എടുത്തു. x1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്ന് വരും. ശരിയാണോ? അതായത് x1 എന്ന് പറയുന്നത് പ്ലസ് x2 ആകാം, മൈനസ് x2 ആകാം. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ഇമേജ് അല്ലേ? ഇതിന് രണ്ട് ഇമേജ് വരുന്നുണ്ട്, സിംഗിൾ ഇമേജ് അല്ല, രണ്ട് ഇമേജ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയ ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ അല്ലേ? എക്സിന് വൈ അല്ലേ? എക്സ് റിലേറ്റഡ് ടു വൈ ഓൺലി. ബട്ട് ഹിയർ വി ഹാവ് ടു എലമെൻറ്റ്സ്, മൈനസ് x2 ആൻഡ് പ്ലസ് x2 അല്ലേ? ഇതന്നെ വൈ ഇട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് വന്നേനെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഓർ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൈ എന്ന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? രണ്ട് ഇമേജ് വരുന്നുണ്ട് അല്ലേ? പ്ലസ് വൈ ഇമേജ് ആൻഡ് മൈനസ് വൈ ഇമേജ് അല്ലേ? പ്ലസ് വൈ ആൻഡ് മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ആരല്ല? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് വൺ വൺ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ മെനി വൺ ഫംഗ്ഷൻ. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, സ്ക്വയർ ടേംസ് വരുന്നതെല്ലാം എന്ത് തന്നെയായിരിക്കും? മെനി വൺ ഫംഗ്ഷൻ ആയിരിക്കും, ഒരിക്കലും വൺ വൺ ഫംഗ്ഷനായിട്ട് വരില്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ബാക്കി ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ലിങ്ക് ഇട്ടേക്കാം, നോക്കാൻ മറന്നു പോകരുതും. ഒന്നും കൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.